Praise the Lord. A very good morning to you all. Hallelujah. Have a blessed, wonderful, supernatural day. Hallelujah. God has given one more day. Halavashiko Rasyandaravashando Rikabasyandara. So let us thank and praise God this morning. Hallelujah. Rikalavashandare. കർത്താവിൻ്റെ വലിയ കൃപ ഹാലേലൂയ ഈ പൽക്കാലം നമ്മുടെ മേ കർത്താവ് പകരാൻ പോവാതെ മക്കളെ ഹാലേലൂയ ഓ റീബാസ്യാന്തരാരഭശന്തരേ ഓ റീദിബിഖാരാലഭശന്തരേ നമ്മുടെ ജീവിതത്തിൽ ഹാലേലൂയ പലരും മെസ്സേജ് കേൾക്കുന്ന പലരും ഹാലേലൂയ വളരെ വലിയ വിശ്വാസത്തിൽ നിന്നിട്ട് ഹാലേലൂയ ഓ റബസന്തര യു മേ ബി ഹാലേലു ഗോയിങ് അവേ ഫ്രം God's presence. Angana povunavaru, hallelujah. Don't worry. If you ask Jesus for forgiveness, He will cleanse us with the blood He shed on the cross and make you righteous. രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്ര വലിയ പാപിയാണ് എന്നെ കർത്താവ് സ്വീകരിക്കുമോ? ഡോണ്ട് വറി ദേ മക്കളെ. If you ask Jesus for forgiveness, all sins, He came actually to this world for the sin people only. Hallelujah. നീതിമാന്മാരെ തേടിയല്ല എൻ്റെ കർത്താവ് വന്നത് മക്കളെ. So if you ask Jesus for forgiveness, കർത്താവിൻ്റെ തിരക്താൽ നമ്മളെ കഴുകി. ഹല്ലേലൂയ. കാൽവരിയിൽ രക്തം ചിന്തിയത് നമുക്ക് വേണ്ടിയിട്ടാണ് ദൈവമക്കളെ. നമ്മുടെ പാവങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കർത്താവിൻ്റെ മക്കളാക്കി തീർക്കാനാണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. If you want to know more about it, please call me. I will teach you the word of God. Hallelujah. And if you have forgive, God will, if you admit that you have sinned and you are away from Jesus, God is ready to wash you with His precious blood that He shed on the cross, and God will make you righteous. ഒരു പക്ഷേ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നുണ്ടായിരിക്കും, ആ വ്യക്തി അങ്ങനെ. പക്ഷേ ഒരുവൻ ക്രിസ്തുവിലായാൽ ദൈവമക്കളെ, യു ആർ എ ന്യൂ ക്രിയേഷൻ. പാസ്റ്റ് ലൈഫ് ഹസ് ഗോൺ. അത് ഡെഡായി. പഴയത് കർത്താവ് ഫുള്ളി അങ്ങ് ഡിലീറ്റ് ചെയ്യുക. പിന്നെ ആര് നിങ്ങളെക്കുറിച്ച് അവർ പറയുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞോട്ടെ, നിങ്ങളുടെ ചെവി അതിന് കൊടുക്കരുത്. കാരണം നിങ്ങൾ പുതിയ സൃഷ്ടിയായി, നിങ്ങളെ കർത്താവിൻ്റെ ഹാലയിൽ പൊന്നുമകനായി പൊന്നുമകളായി തീർന്നു. അതുകൊണ്ട് ആരും മടിക്കാതെ നിങ്ങൾ കർത്താവിലേക്ക് വേഗം വരിക. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. ഹല്ലേലൂയ. Let us worship. Let us sing a song and praise and worship the Lord, and then come to a short message. Okay, hallelujah. Pradapriya Yeshunatha Jeevan tanna snehame nashtamai poya enne ഇഷ്ടയാക്കി തീർത്തനാഥ. എൻ്റെ സ്നേഹം നിനക്ക് മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റേതെല്ലാം നിനക്ക് മാത്രം. എന്നെ മുറ്റം എൻ്റെ ധനം മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റേതെല്ലാം നിനക്കു മാത്രം. എന്നെ മുറ്റം തരുന്നിതാ. Hallelujah. Praise the Lord. Hallelujah. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ പാദപീഠത്തെ കടന്നു വരും. താങ്ക് യു ജീസസ് ഫോർ ദിസ് വണ്ടർഫുൾ ഡേ ഡാഡി. ഹാലബശന്തേ
കഴിഞ്ഞ രാത്രി നല്ലോടെ ഉറങ്ങി പ്രഭാതി ജീവനോടെ ശ്വാസത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ എഴുന്നേൽപ്പാൻ കർത്താവ് കൃപ തന്നതുകൊണ്ട് അത്രയപ്പാ അടിയനായിരിക്കുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ് ഫോർ ദിസ് വണ്ടർഫുൾ 5th of April 2024. Halabashandar, it's all because of your grace. You gave us the grace, you gave us the faith, you gave us the hallelujah, abundant blessings upon us. Halabashandar, Rikaria was such a wonderful God, Daddy. Oh, you're righteous, Lord. You're a sovereign God. You're omniscient, omnipotent, omnipresent. Halabashande, you are a refuge, you are a strength, you are a shield, you are a healer, you are a savior, Daddy. Halabashiko, Rasyan, Halabashandare, Oh, Rabasyan. Thank you, Jesus, for all the things that you have done us. You are given, hallelujah, divine healings, divine protection, divine halabashakara basandare provisions, everything, Daddy. അങ്ങയുടെ ദയയും കൃപയും കരുണയും അല്ലാണ്ട് ഞങ്ങൾ ഈ നിമിഷം വരെ ഹാലയിൽ ഞങ്ങൾക്ക് എത്തുവാൻ കഴിയത്തില്ല കർത്താവെ. പ്രഭാതം കാണുവാൻ കഴിയത്തില്ല കർത്താവെ. അങ്ങ് ഞങ്ങൾക്ക് തന്ന മഴയ്ക്കായി സ്തോത്രം. ഈച്ച് ആൻഡ് എവ്രി ഡേ യു ആർ ഗിവിങ് ഗുഡ് റെയിൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ കർത്താവ് മറുപടി തന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹാലബശന്തരെ റിക്കോ റബസന്തര ഞങ്ങളുടെ പ്ലാസിൽ മീറ്റിങ്സിലെല്ലാം കർത്താവിൻ്റെ വലിയ കൃപ ചൊരിയുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും എൻ്റെ സ്വർഗത്തിലെ കർത്താവ് മാത്രം എടുത്താട്ട് കർത്താവേ. ഓറി ബാറാസ്യാന്തർ അങ്ങയുടെ നാമം മാത്രം ഉയർത്തപ്പെട്ടാൽ മതി കർത്താവേ. ഉടാലാശി കോറസ്യാന്തരാരവശന്തര. So God has given a wonderful promise. I'll share a short message and then stop this message, okay? I'm a little tired after the other tongues prayer, that's it. So the Proverbs 10:6 says, blessings are on the head of the righteous, but the mouth of the wicked conceives. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ everyone who lives a righteous life. അബ്രഹാം എന്തുകൊണ്ടാണ് അനുഗ്രഹിക്കപ്പെട്ടത് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ എൻ്റെ മുമ്പിൽ ബ്ലെയിംലെസ് ആയിട്ട് നടന്നാൽ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അപ്പം നമ്മളൊരു നീതിയോടുള്ള ഒരു ലൈഫാണ് നമ്മൾ ജീവിക്കണേൽ. എവ്രി വൺ ഹു ലിവ്സ് എ റൈറ്റസ് ലൈഫ് വിൽ റിസീവ് ഗോഡ്സ് അബൻഡന്റ് ബ്ലെസ്സിങ്സ്. ഹാലബശഖറബസന്തരെ റീകാബിയാസ്യാന്തരാലവശന്തരെ റീകോറസ്യാന്തരാലവശന്തര. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഹൗ ഡു യു ബിക്കം എ റൈറ്റസ് പേഴ്സൺ? നമുക്കെടുക്കാം. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിൻ്റെ actually you should read the whole chapter 53. That's so supernatural chapter, Isaiah 53. അതിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുവാണെങ്കിൽ, അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെ നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. നമ്മുടെ അകൃത്യങ്ങൾ മുഴുവനും സ്വർഗത്തിലെ കർത്താവ് സൗണ്ടില്ല. ഓ റസ്യഖാലബശന്തരെ റിഖാലബ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. ഉടാലധീരവോസാന്തരാലബശന്തരെ റിക്കോറസ്യാന്തരാരബ. നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നമ്മുടെ ഇനിക്വിറ്റീസ് എല്ലാം ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി കർത്താവ് നമ്മളെ നീതീകരിച്ചു. അതാണ് നമ്മൾ വായിച്ചത് അല്ലേ? അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ യാഗത്തിൽ നമ്മൾ വിശ്വസിച്ച് നമ്മളത് ഏറ്റെടുക്കാണ്ട് നമ്മൾ എങ്ങനെയാണ് നീതീകരിക്കുന്നത് മക്കളെ? ദിസ് മീൻസ് ദാറ്റ് Jesus, by sacrificing himself on the cross, took away all our iniquities. ഇനി ജനിക്കാൻ പോണവരെ, ഈ മാനവരാശിയിലുള്ള എല്ലാവർക്കും വേണ്ടി എൻ്റെ കർത്താവ് ഓൾറെഡി ഹി ഹാസ് ഡൺ ദാറ്റ് സാക്രിഫൈസ് ഓൺ ദ ക്രോസ്. ഇപ്പോഴും ഹാലയിൽ യേശു എന്തിനാണ് മരിച്ചതെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുള്ളത് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. ബിക്കോസ് ദിസ് ഇസ് എ ടൈം ഏറ്റവും കൂടുതൽ ഗോസ്പൽ പ്രീച്ച് ചെയ്യപ്പെടുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. ഹല്ലേലൂയ. മെയിൻലി കേരളത്തിൽ, ബാക്കിയുള്ളവരുടെ കാര്യം അത്രയ്ക്ക് എനിക്ക് അങ്ങോട്ട് അറിയില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സുവിശേഷീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളത്തിൽ. ചിലർ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം അങ്ങനെ പറയുന്നതാണോ എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ. ബിക്കോസ് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു പ്ലേസിൽ, ഞാൻ എവിടെയാണ് എന്നാന്നൊന്നും പറയുന്നില്ല, ഒരു മീറ്റിങ്ങിനകത്ത്, അതൊരു ആഘോഷമായിരുന്നു, ക്രിസ്മസിൻ്റെ ആഘോഷമായിരുന്നു. അവിടെ ആ ഒരു വലിയൊരു വ്യക്തിയാണ് പറയുവാണ്, യേശു എന്നൊരു മനുഷ്യൻ വന്നു, എന്താണ്, കുറേ ആൾക്കാർക്ക് നല്ല ഫുഡ് കൊടുത്തു, നല്ലൊരു ജീവിതം നയിച്ചു, എന്നാൽ അങ്ങോട്ട് ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് പോയി.
അപ്പോൾ ഇവരാരും ഒന്നും അറിഞ്ഞില്ലേ? മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റൊന്നും ഇവരൊന്നും അറിഞ്ഞില്ലേ? ഇവർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല ദൈവമക്കളെ. ഐ ഡോണ്ട് ബിലീവ് ഓൾ ദിസ്. അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് കേട്ടപ്പോൾ ആ മൈക്ക് ഇങ്ങോട്ട് വാങ്ങി അവിടെ നിന്ന് ഉറക്കെ പ്രസംഗിക്കണമെന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടുത്തെ വലിയ വലിയ ആൾക്കാരുടെ നടുവിൽ നമുക്കൊന്നും ഒരു വോയിസ് ഇല്ലല്ലോ. ഹല്ലേലൂയ. ഊറബശന്തറി അറിഞ്ഞിട്ടും എന്നാ ഊറബസന്തര. ഞാൻ ഈ ഇടയ്ക്ക് ഒരാളോട് പറഞ്ഞതാ, കർത്താവിൻ്റെ വചനം പറഞ്ഞപ്പം കുറേ വചനത്തിലൂടെ ഇങ്ങനെ സംസാരിച്ചപ്പം പറഞ്ഞു, എനിക്ക് ഫുള്ളി ചേച്ചി പറയണേ മുഴുവനും അങ്ങോട്ട് ക്ലിയർ ആവണില്ല, മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു. നമ്മൾ വചനമാണല്ലോ പ്രസംഗിക്കുന്നത്. ഞാൻ പറഞ്ഞാടാ, നിനക്ക് ഒരു 5000 രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂ? അത് മനസ്സിലാവും. പക്ഷെ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാകത്തില്ലല്ലേ. ഞാൻ ചുമ്മാ ഫണ്ടിന് പറഞ്ഞതാണ്. ഞാനത് ക്ലിയറായിട്ട് ABCD എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് വിട്ടോളൂ. ഊടാലബശന്തര റിഖാലബസന്തരേ. ശരിയാണ്, നമ്മുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ കട്ടിയാണ്. നമുക്കത് വചനങ്ങൾ കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ, പക്ഷെ നമ്മൾ അതിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കി നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ. പ്രത്യേകിച്ചും ഒരു ഹിന്ദു പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയോട് നമ്മൾ സുവിശേഷം പറയുമ്പോൾ, എന്താ എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. ഞാൻ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടാണ്, ഞാനും ഒരു ഹിന്ദു പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണ്. ഒരു പക്ഷേ എന്നോട് ശരിയാണ്, ആദ്യകാലത്ത് ഇങ്ങനെയൊക്കെ വചനങ്ങൾ എടുത്ത് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവത്തില്ല. ഈവൻ രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വലിയ വലിയ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അറിയത്തില്ല വചനത്തിൻ്റെ പല കാര്യങ്ങളും. നമ്മൾ ആരെ കുറ്റപ്പെടുത്താനോ ഇതിനുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ വളരെ സിമ്പിളായിട്ട് അവർക്ക് അറിയാവുന്ന രീതിയിൽ ചില ഉപമകൾ, അതുകൊണ്ടാണ് കർത്താവ് ഉപമകൾ വഴിയാണ് ഡിസൈപ്പിൾസിനെ പഠിപ്പിച്ചത് അല്ലേ? ശ്രദ്ധിച്ചോ? ഞാൻ ഇവിടെ ഇരുന്ന് ഈ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കില്ലേ, അതുപോലെ ഇരുന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ മാത്രമേ ദൈവമക്കളെ ഈ ഹൈന്ദവ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നവർക്കൊക്കെ സുവിശേഷം നമ്മൾ ഷെയർ ചെയ്താൽ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. ചിലരുണ്ട് നമ്മളിങ്ങനെ പറയുന്നതൊക്കെ എല്ലാം ഇങ്ങനെ കേട്ട് അവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല കേട്ടോ, ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. എല്ലാം ഓക്കെ എന്നൊക്കെ പറയും. ഞാനാണെങ്കിൽ ആക്ച്വലി വചനം പറയുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, എന്താണ് നിങ്ങൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായത്, ഇങ്ങോട്ടേക്ക് പറയാൻ പറയും. കാര്യം നമ്മളൊരു കാര്യം ഗ്രഹിക്കാതെ നമ്മളതെങ്ങനെയാണ് വിശ്വസിക്കുക അല്ലേ? പ്രത്യേകിച്ചും കർത്താവിൻ്റെ വചനം ആഴമേറിയ വചനമാണ്. ക്രിസ്തുവിൽ എന്താ പറയുക, സ്വർഗത്തിൽ എന്തെങ്കിലും സ്ഥിരമായിരിക്കുന്ന വചനമാണ്. ഊറാബ ഷീഖാറബ. ഇത് ജീവനുള്ളതാണ്, ജീവൻ്റെ മൊഴികളാണ്. നമ്മൾ ഈ വചനം പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ശരിയാണ്, നമ്മൾ ABCD പഠിപ്പിക്കുന്നത് പോലെ ചിലരോട് നമ്മൾ പറയേണ്ടി വരും. അങ്ങനെ പറയണം എന്നാണ് ഞാൻ പറയുന്നത്. ഹാലബശന്തര. പലരും സുവിശേഷം പറയുമ്പോൾ ഇങ്ങനെ കുറേ വചനങ്ങൾ ഉറക്കെ വിളിച്ചു. വചനത്തിന് ശക്തിയുണ്ട്, വചനമാണ് അവരെ ക്രിയേറ്റ് ചെയ്യുന്നത്. ശരിയാണ്, വചനം നമ്മൾ പ്രസംഗിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. ബട്ട് നാളെ അവരൊരു ശിഷ്യനാകണമെങ്കിൽ, ഒരു സുവിശേഷകനാകണമെങ്കിൽ, ഈ കേട്ടത് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ ഹൗ ക്യാൻ ദേ ഷെയർ ദ ഗോസ്പൽ ടു അതേഴ്സ്? ധാലാബശിക്കുറസ്യാന്തരാരബശന്തര. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഒത്തിരി സുവിശേഷം നമ്മുടെ ഇപ്പം പരസ്യ ശുശ്രൂഷയൊക്കെ ഒത്തിരി ഇവിടെ കേരളത്തിൽ നടക്കണുണ്ട്. പക്ഷെ ആർക്കും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. കുറേ ആൾക്കാരിങ്ങനെ കവലയിൽ വന്നിരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അവർ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ആ മലയാളം ഉണ്ടല്ലോ, ഇച്ചിരി കട്ടിയാണ് നമ്മുടെ ബൈബിൾ, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. കുറച്ചുകൂടെ ഒന്ന് സിമ്പിളായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ എനിക്ക് തോന്നുന്നു കുറേ കൂടെ സുവിശേഷീകരണം ഫലവത്താകുമെന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഹിന്ദു പാരമ്പര്യത്തിൽ, ഞാനൊരു ഹിന്ദു പാരമ്പര്യത്തിൽ വന്നതുകൊണ്ട് എനിക്കറിയാം, അവരൊക്കെ ആക്ച്വലി എന്താ പറയുക, അവർ വെറുതെ കേട്ട് പോകുന്ന ആൾക്കാരല്ല. അവർക്ക് എന്താണ് നമ്മൾ പറഞ്ഞതെന്ന് ക്ലിയറായിട്ട് ക്ലാരിഫൈ ചെയ്ത് അവർക്ക് കൊടുത്താൽ മാത്രമേ അവർ സ്വീകരിക്കത്തുള്ളൂ, അവർ വിശ്വസിക്കത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ആരും വചനം വിശ്വസിക്കത്തില്ല. നമ്മളാണെങ്കിൽ വിശ്വസിക്കുമോ? ധാലാബശന്തരേറി ഖാലബസന്തര. നമ്മുടെ ഓൾഡൻ ഡേയ്സ്, നമ്മൾ രക്ഷ വന്ന സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ധാരബശന്തര. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമതിന് ദൈവമക്കളെ. നമ്മൾ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് കർത്താവിൻ്റെ വചനം നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഹൗ ടു ഡെലിവർ
ദ മെസ്സേജ്, ഹൗ ടു ഷെയർ ദ ഗോസ്പൽ ടു പീപ്പിൾ. ഹാലയിൽ എന്തുകൊണ്ട് ഞാനത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. മേ ബി ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ റിഖാല ബഷന്തര റിഖാല. അപ്പം ഇങ്ങനെ ചിലരുണ്ട് കേട്ടോ, സത്യമൊക്കെ അറിയാം, വലിയ വലിയ ആൾക്കാരാണ്, പക്ഷേ അവർ ഒന്നും അറിയാത്തതുപോലെ അങ്ങ് ബൈക്കെടുത്ത് അങ്ങ് പ്രസംഗിക്കും. എന്നാൽ അവിടെ കൂടിയിരിക്കുന്നത് ഒരു വലിയ ജനമാണ്. അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടം വരാറുണ്ട് ദൈവമക്കളെ. ഹാലയിൽ ഇത്രയൊക്കെ ഈ കേരളത്തിൽ ഇനി സുവിശേഷം എത്താത്ത ഏതെങ്കിലും സ്ഥലം ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. അത്രമാത്രം ദേവദാസിമാർ ഓടി നടന്ന് സുവിശേഷം അറിയിക്കുക. ഹാലലൂയ. വീട് തോറും പോയി സുവിശേഷം അറിയിക്കുക. കൂടാലാവ എത്ര മീറ്റിങ്സ്. ഹാലവ ശന്തരേ റിക്കോ റബസന്തർ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലൂയ. അവരുടെ ഹൃദയക്കണ്ണുകൾ തുറക്കപ്പെടട്ടെ, നമ്മുടെ ദേശം വിടുവിക്കപ്പെടട്ടെ. കുടാല ഷിക്കോ റബസന്തരെ ഓറി ദേവി ഹാലാബസന്തര. ഒരു പാവം മനുഷ്യൻ ഹാലലൂയ ഭൂമിയിൽ വന്ന് ഇങ്ങനെ ജീവിച്ചു പോയി എന്ന് പറഞ്ഞൊരു ഹിസ്റ്ററി മേക്കർ അല്ല എൻ്റെ കർത്താവ്. ഉദാലക ശന്തര. ഹിസ്റ്ററിയിൽ ജീവിച്ചിരുന്ന ഒരാളല്ല എൻ്റെ കർത്താവ്. ഹി ഡൈഡ്, ഹി വാസ് ബറീഡ്, ഹി റോസ് ഓൺ ദ തേർഡ് ഡേ ആൻഡ് ഹി ഈസ് എ ലിവിങ് ഗോഡ്. ഹി ഈസ് ദ ഓൺലി ഗോഡ്. ജീസസ് ഈസ് ദ ഓൺലി ഗോഡ്. ഹാലലൂയ റിഖാലാബ. ജീസസിലൂടെ അല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ജീസസിലൂടെ അല്ലാതെ നിങ്ങളുടെ പാപമോചനം നിങ്ങൾക്ക് ലഭിക്കത്തില്ല. ത്രൂ ജീസസ് യു വിൽ ഗെറ്റ് ഹീലിംഗ്, യു വിൽ ഗെറ്റ് എവ്രിതിങ്, ബട്ട് യു ഹാവ് ടു സബ്മിറ്റ് ആൻഡ് സറണ്ടർ അൺടു ജീസസ്. യു ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ് യു ആർ എ സിന്നർ. ഹാലലൂയ റിഖാബ സന്ദരേ റിഖാലാബ ശന്തരേ റിഖാലാബ ശന്തര റിഖോ ബസ്യാന്തരാരബ ശന്തര. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ബൈബിളിൻ്റെ വചനപ്രകാരം നിങ്ങൾ ജീവിച്ചില്ലെങ്കിൽ ആ ഒരു ക്രിസ്തീയ ജീവിതം ഹല്ലേലൂയ അത് ഒരിക്കലും നിങ്ങൾക്ക് നന്മ കൊണ്ടുവരത്തില്ല. ഈ ബൈബിൾ എടുത്തവരാരും ഇന്ന് വരെ ഹല്ലേലൂയ എന്താ പറയുക അവിശ്വാസത്തിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ യഥാർത്ഥത്തിൽ ആത്മാവിലാലാണ് വചനപ്രകാരമാണ് നടക്കുന്നതെങ്കിൽ ഈ ബൈബിൾ ഇന്ന് രാവിലെ അന്യഭാഷ പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവ് എന്നിലൂടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം അതാണ്. നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കപ്പെടത്തില്ല, നിങ്ങൾ ഒരിക്കലും നാണിക്കപ്പെടത്തില്ല. ഹാലലൂയ. ഈ ബൈബിൾ ഒരു വ്യക്തിയെ ഉയർത്തിയിട്ടേ ഉള്ളൂ ദൈവമക്കളെ. ഹാലലൂയ. ഈ ബൈബിൾ വ്യക്തികൾക്ക് സമാധാനം നൽകിയിട്ടേ ഉള്ളൂ ദൈവമക്കളെ. ഹാലലൂയ റിഖാല. ഈ ബൈബിൾ എടുത്തവരാരും ഇന്ന് ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല. കർത്താവ് ലജ്ജിക്കാൻ അനുവദിക്കത്തില്ല. ഹാലലൂയ റിഖാല ബശദ്ദരേ റിഖോല ബസന്ദല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബൈബിൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ജസ്റ്റ് കോൾ മീ അറ്റ് മൈ നമ്പർ 8138814577. I will send you the Bible. If you want to know more about this precious salvation, call me at my number. I will teach you. I will share you the gospel. സിമ്പിളായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ വചനം പറഞ്ഞു തരാം. ഹല്ലേലൂയ. റിഖാബസ്യാന്തരാലവശന്തര. ഒരുപാട് തവണ സുവിശേഷം കേട്ടവർ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഐ നോ ദാറ്റ്. ഹാലവശന്തര. ഇപ്പോഴും അതെന്താണെന്ന് മനസ്സിലാകാതെ കർത്താവിലേക്ക് വരാത്തവരുണ്ട്. പരിശുദ്ധാത്മാവിനെ ഈ പ്രഭാതത്തിൽ ഓർപ്പിച്ചൊരു കാര്യം അതാണ്. ഹാലബശന്തരേ റിഖാലബശന്തരേ സിഖോറസ്യാന്തര. നമ്മൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് അവർ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. നമ്മളൊരു വചനം വായിച്ച് ചുമ്മാ വായിച്ചാൽ പരിശുദ്ധാത്മാവ് അതിനകത്ത് നമുക്ക് റെവലേഷൻസ് തരുമോ? നമ്മളൊരു വചനം എടുത്ത് എത്ര പ്രാവശ്യം നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്കതിനകത്തുനിന്ന് റെവലേഷൻസ് കിട്ടുന്നത് ദൈവമക്കളെ. ഹല്ലേലൂയ. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന വെളിപ്പാടുകളായിരിക്കത്തില്ല മറ്റൊരാൾക്ക്. അതാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. എല്ലാം നമ്മുടെ ഉള്ളത്തിൽ നമ്മളെ ആത്മീയമായി വളർത്തുന്നത് ഈ വചനത്തിൻ്റെ, ഈ ബൈബിളിലെ വചനത്തിൻ്റെ ഓരോ വേർഡ് നിങ്ങളെടുത്തൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്ക്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത റെവലേഷൻസ് നിങ്ങൾക്ക് തരും. ഹാലലൂയ. ധാരബശന്തരേ റിഖോറബസ്. ഇന്നാർക്ക് ഇതിനൊക്കെ സമയം? ഹല്ലേലൂയ. ധാലബശ്. എന്നെ ഉൾപ്പെട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ പെർഫെക്റ്റ് ഒന്നുമല്ല. ഉദാലക സന്തര അധികാരബസന്തര. എനിക്കും കുറവുകളുണ്ട്. പരിശുദ്ധാത്മായി പ്രഭാതത്തിൽ ഓർപ്പിക്കുന്ന കാര്യങ്ങളാണിത്. ഹാരബശന്തരേ റിഖോലബസന്തര. ചിലപ്പോൾ നമുക്കറിയാം ഒരാളെ രക്ഷയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില അത്ഭുതങ്ങൾ നടന്നാൽ മാത്രമേ അവരെ കർത്താവ് ആരാണെന്ന് അവർ വിശ്വസിച്ച് അങ്ങനെയുള്ളവരെ വന്ന് നമ്മൾ നല്ലോണം അവരെ വചനം പഠിപ്പിക്കണം. കാരണം ഞാൻ അങ്ങനെയാണ് വന്നത്. ഞാനൊരു അത്ഭുതം കണ്ടിട്ടാണ് കർത്താവ് വന്നത്. പക്ഷേ ഞാൻ മാസങ്ങളോളം ഞങ്ങളെ ഒരു പാസ്റ്റർ വന്ന് ഞങ്ങളെ വചനം പഠിപ്പിച്ചു. ഞങ്ങൾക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ഇട്ട് തന്നു. ഹല്ലേലൂയ.
അങ്ങനെ ഫൗണ്ടേഷനിലല്ല, ഒരു മിറക്കിൾ കണ്ടിട്ടാണ് നിങ്ങൾ കർത്താവിലേക്ക് തിരിഞ്ഞതെങ്കിൽ നാളെ ഒരു പ്രതികൂലം വരുമ്പോൾ നിങ്ങൾ നിൽക്കത്തില്ല ദൈവമക്കളെ. ഞാൻ പറയുക, പലരുടെയും കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറയുക. ഹല്ലേലൂയ. ഒരു അറ്റാക്ക് വരുമ്പോൾ നിങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങും. നിങ്ങളെ സഹിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പുതിയ നിയമം നമ്മൾ പഠിച്ചു നോക്കിയേ. ഹല്ലേലൂയ. പത്രോസ്, പൗലോസ്, അവരൊക്കെ ശിഷ്യന്മാർ എന്തോരം പ്രതികൂലങ്ങൾ അവർ ഫേസ് ചെയ്തു. ദേ നെവർ കംപ്ലൈൻറ്റ്. ഹല്ലേലൂയ. യേശു കർത്താവ് കംപ്ലൈൻറ്റ് ചെയ്തു. ഹാലബശന്തര, കർത്താവ് ഇവർ ചെയ്യുന്നത് എന്നാന്ന് അവരറിയാത്തത് കൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. ധാരബശന്തരേ റിക്കോറബസന്തര. സാക്രിഫൈസ് ചെയ്യാനുള്ളൊരു മൈൻഡ് ഇല്ലാത്തവർക്ക് കർത്താവിൻ്റെ വേല ചെയ്യാൻ കഴിയത്തില്ല ദൈവമക്കളെ. ഞാൻ എപ്പോഴും പലപ്പോഴും PG വർഗീസ് പാസിൻ്റെ വൈഫിൻ്റെയും മെസ്സേജസ് ഞാൻ കേൾക്കാറുള്ള ഒരാളാണ്. അവരോട് നേരിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഗൾഫിൽ വെച്ച്. സച്ച് മോഡലാക്കാനുള്ള ഒരു ലൈഫാണ്. അവരെത്ര പട്ടിണി കിടന്നു, എത്ര അടിയേറ്റു, എത്ര പീഡിക്കപ്പെട്ടു, എത്ര ഹല്ലേലൂയ ഓടി നടന്ന് കർത്താവിന് വേണ്ടി അവർ ജീവൻ കളഞ്ഞ് കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ചു. ഹല്ലേലൂയ. നമുക്കൊക്കെ അതിൻ്റെ ഓരംശമെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഹല്ലേലൂയ. എന്നെ ഉൾപ്പെട്ടാണ് ഞാനീ പറയുന്നത്. ദേ സാക്രിഫൈസ് ദെയർ ഹോൾ ലൈഫ് ഫോർ ജീസസ്. ഹാലബശന്തരെ റിക്കോ റബസന്തര. അങ്ങനെയൊക്കെയുള്ള ഒരു ലൈഫ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇത്രയും നല്ല ഹല്ലേലൂയ സുവിശേഷകർ ഉള്ളപ്പോൾ, ഹാലബശന്തരെ റിക്കോ റബസന്തര, ഇത്രയും സുവിശേഷം കേട്ടിട്ടും ഈ മനുഷ്യൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആൻഡ് ഹീസ് കമ്മിങ് ഫ്രം എ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട്. അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. ഹല്ലേലൂയ. അപ്പം അറിയാഞ്ഞിട്ടൊന്നുമല്ല, അറിഞ്ഞിട്ടും മനഃപൂർവ്വം എൻ്റെ കർത്താവിനെ അവഹേളിക്കുക. ധാരബശന്തരെ റിക്കാലബശന്തര റിക്കോ റബിസ്യാന്തര ആരബശന്തര. ലെറ്റ് മീ സ്റ്റോപ്പ് ദർ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, ഷൗൽ വാസ്, ഞാനൊരു ചെറിയ മെസ്സേജ് ഇട്ട് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷേ എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് വീണ്ടും എന്നെ കൊണ്ടുപോകുന്നു. വി റെഡ് അബൌട്ട് എ മാൻ കോൾഡ് ഷൗൽ, അല്ലേ? ഈ മനുഷ്യൻ ഷൗൽ, ഹി വാസ് വൺസ് എ വെസൽ ഓഫ് റാത്ത് ആൻഡ് വാസ് ലീഡിങ് എ സിൻഫുൾ ലൈഫ്. നമുക്കറിയാം, ക്രിസ്ത്യാനികളെ വലിച്ചെടുത്തോണ്ട് എഴച്ചു കൊണ്ടുപോയി ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഷൗൽ. ഹി വാസ് അഗൈൻസ്റ്റ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പക്ഷേ യേശു കർത്താവ് അങ്ങോട്ട് അപ്പിയർ ചെയ്തപ്പോൾ ഉണ്ടല്ലോ, തൻ്റെ ജീവിതം ടോട്ടലി ഉൾട്ടയായി. Hallelujah. Jesus appeared to him and Saul was transformed and became a righteous person. Hallelujah. നമ്മൾ ഗലേഷ്യൻ ലേഖനത്തിൽ 2:20, അതെല്ലാവർക്കും അറിയാം, ഞാൻ എടുത്ത് വായിക്കുന്നത്. I being crucified with Christ, is no longer I who live, but Christ lives in me. And the life which I now live in the flesh, I live by faith in the Son of God, who loved me and gave himself for me. Hallelujah. അതിൻ്റെ മലയാളം വേണമെങ്കിൽ വായിക്കാം. ഞാൻ ക്രിസ്തുവുമായി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതിന് ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ. ഹല്ലേലൂയ. ഓറി ബാലാബാശാന്തര. അപ്പം പിന്നെ എനിക്കിവിടെ പ്രശംസിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ദൈവമക്കളെ? രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സ്വന്തമായി പ്രശംസിക്കാൻ എന്തെങ്കിലും നിങ്ങളിലുണ്ടോ? ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ, കർത്താവിനെ കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, ക്രിസ്തുവാണ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നു. ഇവിടെ ഹിന്ദു ആര്? ഹിന്ദു ഒന്നുമല്ല, ഹിന്ദു സീറോ. ഹല്ലേലൂയ. ക്രിസ്തുവാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. സീകാലാബശന്തരാറിക്കോ. അങ്ങനെ വന്ന പൗലോസ് 2 തിമോത്തിയോസ് 4:8 പറയുന്നു. ഹല്ലേലൂയ. റിക്കാൽ, അതെടുത്ത് ഞാൻ വായിക്കാം. 2 തിമോത്തി 4:8. ഒരാലാഷിക്കോറാബസന്തരെ ഉറിതി ബികാലബരസന്തരെ റിക്കാലബശന്തര. 2 തിമോത്തി 4:8. ഹല്ലേലൂയ. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഹല്ലേലൂയ. അത്ര കോൺഫിഡൻറ്റോടുകൂടി നമുക്ക് പറയാൻ പറ്റുമോ ദൈവമക്കളെ? ഇതുവരെ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇന്ന് തൊട്ട് അങ്ങനെ ആയാലോ? ഹലബേഷി കറാസ്യാന്തന. പാസ്റ്റ് നമ്മൾ കളയുക. ഹല്ലേലൂയ. നമുക്കെല്ലാം കുറവുകളുള്ളവരാണ്. ഹല്ലേലൂയ. നമ്മളാരും പെർഫെക്റ്റ് ഒന്നുമല്ല. ഓരവസന്തരെ. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ഇന്ന് തൊട്ട് നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ ഒരു പ്രതിജ്ഞ എടുക്കാം. കർത്താവേ, ഞാൻ അതിനായി ജീവിക്കും. ഹല്ലേലൂയ.
So let us take a moment to reflect on our lives. നമ്മുടെ ലൈഫിലേക്ക് നമുക്കൊന്ന് നോക്കാം. Have we become righteous individuals? Have we been cleansed by the എന്താ പറയുക, യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ ക്ലെൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ എന്താ പറയുക, ഡു വി ലിവ് എ ലൈഫ് ദാറ്റ് ഈസ് പ്ലീസിങ് ടു ദ ലോർഡ് ആൻഡ് ടു ദോസ് അറൗണ്ട് us? നമ്മളെ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി തീരണമെന്നാണ് കർത്താവ് നമ്മളിൽ കൂടി ആഗ്രഹിക്കുന്നത്. അതിനാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യം പരത്തുന്നവരായി തീരണം. ഹല്ലേലൂയ. റിഖാലാബശന്തരേ റിഖോരബസന്തര. അല്ലെങ്കിൽ നമ്മളിൽ എന്തോ പ്രശ്നമുണ്ട്. വി ഷുഡ് ചെക്ക് ourselves. ഹാലബശന്തരേ റിഖോരബസന്തര. നമ്മൾ നീതിയോടെ നടന്നിട്ടും നമുക്കെതിരെ പറയുന്നവരെ നമ്മൾ നോക്കേണ്ട ദൈവമക്കളെ. ലെറ്റ് ദം ടോക്ക്. ഹൂ കാres? ഹല്ലേലൂയ. നമ്മൾ കർത്താവുമായിട്ട് റൈറ്റ് ആണെങ്കിൽ വൈ ഡു യു വാണ്ട് ടു ലുക്ക് ഓൺ ദീസ് പീപ്പിൾ? ഹല്ലേലൂയ. സോ പക്ഷേ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളോട് പറയുന്നു, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു എക്സാമിൻ അവർ ലൈഫ്സ് ആൻഡ് മേക്ക് നെസസറി ചേഞ്ചസ്. ഇന്ന് നമ്മൾ ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടി വരിക. ഹല്ലേലൂയ. ഹീ വിൽ വാഷ് അവർ സിൻസ് ആൻഡ് ഗിവ് us എ ന്യൂ റൈറ്റസ് ലൈഫ്. കർത്താവിൻ്റെ അടുക്കൽ എത്ര പാപിയാണെങ്കിലും നിങ്ങൾക്ക് ഓടി വരാം. ഈ ഇടയ്ക്ക് എവിടെയോ സാക്ഷ്യത്തിലാണ് ഒരു ടൈറ്റിൽ ഞാൻ കണ്ടതാണ്. 34 കൊലപാതകം ചെയ്ത ഒരാൾ ശിക്ഷാവിധി കഴിഞ്ഞ് കർത്താവിനെ സ്വീകരിച്ചിപ്പം കർത്താവിൻ്റെ വലിയ സുവിശേഷകനായി തീർന്നിരിക്കുക. നമ്മുടെ ശൗലിനെ പോലൊരാൾ. ധാലബശന്തരേറി കോറബസന്തര. അത്രയും നിങ്ങളായിട്ടുണ്ടാവില്ലല്ലോ. നിങ്ങളുടെ ഒരു മതത്തിൻ്റെ പുറകെ നിങ്ങൾ ഓടരുത്. വെറുതെ ഒരു എന്താ പറയുക, ദേവനാണ് ദേവിയാണെന്നും പറഞ്ഞ് പലരും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊന്നും പുറകെ നിങ്ങൾ ഓടരുത്. നിത്യ നരകത്തിൽ പോയി വീടരുത്. കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആ സ്വർഗം നഷ്ടമാക്കല്ലേ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കും. ഞാൻ വേഗം പ്രാർത്ഥിക്കാൻ പോവാം. പരിശുദ്ധ പിതാവേ, precious heavenly Father, thank you for speaking to us through your word, Daddy. ഹാലബശന്തരേ റിഖോരബസന്തര. ഹാലബശന്തരേ Daddy. കർത്താവെ, ഈ മെസ്സേജ് കേട്ട ആരെങ്കിലും പാപബോധത്താൽ കർത്താവിൽ നിന്ന് അകന്നിരിക്കുവാണെങ്കിൽ, എത്രയോ വട്ടം ഈ വചനം പല മീഡിയകളിലൂടെ, ഈ മെസ്സേജിലൂടെ, ഈ ചാനലിലൂടെ, ഈ വീഡിയോസിലൂടെ കേട്ടു, എന്നിട്ടും ഹൃദയം കഠിനതയോടിരിക്കുന്നവരെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ തൊടണമേ. Let them come to Jesus. Let them admit their sins and receive Jesus Christ as their hallelujah Savior and Lord, Daddy. അവരെ അതിന് സഹായിച്ചാട്ടെ. കർത്താവ് വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. കർത്താവ് അത് പ്രാർത്ഥന അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രാർത്ഥന ഹാലേലൂയ ഇന്ന് പരിശുദ്ധാത്മാവ് അടിയനിലൂടെ പ്രാർത്ഥിച്ചല്ലോ. കർത്താവെ, ആ പ്രാർത്ഥന എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. അടിയനെ കുഞ്ഞിനെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ പ്രഭാതം മുഴുവൻ, ഈ പൽക്കാലം മുഴുവൻ കർത്താവിന് വേണ്ടി ഓടുവാൻ, കർത്താവിൻ്റെ നാമം ഞങ്ങളിലൂടെ മഹത്വപ്പെടുത്തുവാൻ അടിയനെ കുഞ്ഞിനെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് തന്ന എല്ലാ ദാനങ്ങൾക്കായി സ്തോത്രം. കർത്താവ് തന്ന ശ്വാസം ആരോഗ്യത്തിനായി സ്തോത്രം. അധരാപരാധികാരക ചുറ്റും നടക്കുന്നതിൽ നോട്ടമിടാതെ കർത്താവിൻ്റെ രാജ്യത്തേക്ക് തന്നെ നോക്കി മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവെ, അനേകാത്മാക്കളെ ദിവസങ്ങൾ ഇനിയും നേടുവാൻ പരിശുദ്ധാത്മാവ് എളിയവളെ സഹായിക്കണമേ. സകല പ്രാർത്ഥനയാചിരപ്പിക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേടിച്ചു വെച്ചു യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധനാമം തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ടുഡേ ഈസ് ഫ്രൈഡേ. ഇന്ന് മഴയില്ല, നെറ്റ് പ്രശ്നമൊന്നും ഇല്ല എങ്കിൽ ഇന്ന് നമുക്ക് വൈകിട്ട് മീറ്റിംഗ് ഉണ്ട്. പ്രത്യേകം നമ്മൾ പ്രാർത്ഥനയിൽ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. മെസ്സേജ് ഉണ്ടാവും. സോ ഐ വിൽ ഇൻഫോം യു. എന്നിട്ട് ഞാൻ ലിങ്ക് ഇടാം. ഞാൻ ലിങ്ക് ഇടാം കുറച്ച് കഴിഞ്ഞിട്ട്. നമ്മൾ എല്ലാ ആഴ്ച ഇടുന്ന ലിങ്ക് തന്നെ അതേ മക്കളെ. ഞാൻ ഇട്ടേക്കാം. എല്ലാവരും കടന്നു വരണം. മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കും. മീൻസ് വലിയ കാര്യം ഇടിയും മിന്നലും നെറ്റ് ഇഷ്യൂ ഒക്കെ ഉള്ളവർക്ക് പലരും കുറച്ച് എന്താ പറയുക സ്മാർട്ട് ഇതിലൊക്കെ നെറ്റൊന്നും ഇല്ലാത്തവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് മീറ്റിങ്ങിന് കയറാൻ. അതെനിക്കറിയാം. അപ്പോൾ അതനുസരിച്ചായിരിക്കും മീറ്റിംഗ് നടക്കണേ. മഴയൊന്നും ഇല്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വി വിൽ കണ്ടക്ട് ദാറ്റ് മീറ്റിംഗ്. അല്ല മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ലിങ്ക് ഇടും, നിങ്ങളെ ഞാൻ അറിയിക്കും. സോ എല്ലാവരും ആ മീറ്റിങ്ങിന് കടന്നു വരിക. അതൊരു അനുഗ്രഹമായിരിക്കും. സ്പെഷ്യൽ മീറ്റിംഗ് ആണ്. ഗസ്റ്റ് പാസ്റ്റേഴ്സ് ഒന്നുമില്ല, ഞാൻ തന്നെ ആയിരിക്കും നടത്തുന്നത്. പരിശുദ്ധാത്മാവാണ് ലീഡ് ചെയ്യുന്നത്. So if you got any prayer requests, you can call me at my number 8138814577. എൻ്റെ വീഡിയോസ് എല്ലാ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുക.
നിങ്ങളും ആ ശുശ്രൂഷയിൽ ഉൾപ്പെടുക. നമുക്ക് അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാം. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നമ്മളൊരു മുഖാന്തരമായി തീരട്ടെ ദൈവമക്കളെ. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ ബൈ.